പിന്നീടുള്ള ദിവസങ്ങൾ പോലീസ് സ്റ്റേഷനും കേസും കാര്യങ്ങളും എല്ലാമായി ആദ്യം ഒരു വഴിക്കായി. ഒടുവിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കൊച്ചിൻ്റെ പേരൻസിനെ കണ്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാം എന്നൊരു വ്യവസ്ഥയിൽ എത്തിച്ചേർന്നു. എന്നാൽ അവർ കേസിൽ തന്നെ മുന്നോട്ടു പോകുമെന്ന രീതിയിൽ ഉറച്ചു നിന്നതും അത് സൂപ്പർ മാർക്കറ്റിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് അതിലൊരു പോലീസുകാരൻ അവളോട് വ്യക്തമാക്കി. അതുപോലെ തന്നെ അവളുടെ വക്കീലും അതേപ്പറ്റി അവളോട് പറഞ്ഞിരുന്നു. ഇനി എന്തെന്ന് ഉള്ള ചിന്തയിലിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കൊച്ചിൻ്റെ അച്ഛൻ ഒത്തുതീർപ്പുമായി ഒരു വക്കീലിനെ അവൾക്ക് മുൻപിലേക്ക് അയച്ചത്. ഒരു കേസും മറ്റുമായി കയറിയിറങ്ങാൻ അവൾക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ നിങ്ങളുടെ കൈപ്പിഴ കൊണ്ട് സംഭവിച്ചതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അതായിരുന്നു വക്കീലിൻ്റെ ആവശ്യം. സർ, എനിക്ക് തന്നെ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. അത് കേട്ടതും ആദ്യം അവർക്ക് മറുപടി നൽകി. എടോ, ഈ കേസ് വലിയ പ്രശ്നങ്ങളില്ലാതെ ഒതുക്കി തീർക്കാൻ അവർക്ക് കഴിയും. അതിന് അവർ പറയുന്ന തുക നിങ്ങൾ നഷ്ടപരിഹാരം കൊടുത്താൽ മാത്രം മതി. വക്കീൽ എതിർഭാഗം ആളുകളുടെ ആവശ്യം അവളെ അറിയിച്ചു. എന്തായാലും സർ, ഇപ്പം ചെല്ല്. ഞങ്ങളുടെ വക്കീലിനോടും വീട്ടിലുള്ളവരോടും ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അതിനൊരു തീരുമാനം പറയാം. ആദ്യം അവരോടായി പറഞ്ഞതും അയാൾ വീണ്ടും അവളോട് സംസാരിച്ചു തുടങ്ങി. എടോ, ഇത് കുറച്ച് പണം കൊടുത്ത് ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ അത് കാര്യമായി ബാധിക്കും. അയാൾ അത്രയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അയാൾ പോയതും ജാൻസിയുടെ നോട്ടം ആദിയിലേക്കായി. എൻ്റെ മോളെ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, കാർത്തി ഇവിടുന്ന് പോയാൽ എന്തെങ്കിലും ഒരു പണി ഇവര് നമുക്ക് തരുമെന്ന്. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഉള്ളവരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ നമുക്കെതിരെ കളിച്ചത്. എന്നാലും നമ്മുടെ കൂടെ നിന്നിട്ട് ആരായിരിക്കും നമ്മളെ ചതിച്ചത്? സാൻവി വളരെ സംശയത്തോടെ ആദിയോടും മറ്റും ചോദിച്ചതും അതേസമയം അവരുടെ മനസ്സിലും അതേ ചോദ്യം തന്നെ ഉയർന്നിരുന്നു. ആരാണെങ്കിലും പൊളിയാണ്. അവർക്ക് കൃത്യമായിട്ട് തന്നെ നെഞ്ചത്തിട്ട് കുത്താനറിയാം. സാൻവി അവരോടുള്ള ദേഷ്യത്തിൽ പറഞ്ഞതും ജാൻസിയുടെ സ്വരം അവർക്ക് നേരെ ഉയർന്നു. ഇവിടെ അത് ആരാണെന്നല്ല പ്രശ്നം. അതാരാണെങ്കിലും നമ്മളത് കണ്ടുപിടിച്ചിരിക്കും. പക്ഷേ ഈ പ്രശ്നം മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോയാൽ ആ വക്കീല് പറഞ്ഞതുപോലെ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. പിന്നെ ഈ പ്രശ്നം വെറുതെ കാശ് കൊടുത്ത് അവസാനിപ്പിച്ചാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ വീണ്ടും ഇതുപോലെ നമുക്കിട്ട് പണി തരില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ആദി, ഈ പ്രശ്നം തുടങ്ങിയവർ തന്നെ ഇതിനൊരു അവസാനം കാണണം. എൻ്റെ ജാൻസി ചേച്ചി, അതൊക്കെ നമുക്കെങ്ങനെ സാധിക്കും? നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ അകത്തും പുറത്തുമായി 10-15 സ്റ്റാഫുണ്ട്. ഇവരിൽ ആരാണ് നമ്മളെ ചതിച്ചതെന്ന് നമ്മളെങ്ങനെ അറിയും? അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഇവിടെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരെക്കുറിച്ചും ഒരു ധാരണ വേണം. നമ്മൾ ചെയ്യില്ലെന്ന് കരുതുന്ന ആൾ, അതായിരിക്കും നമ്മുടെ ശത്രു. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനെക്കുറിച്ചും നമുക്ക് നല്ലൊരു ധാരണ വേണം. അങ്ങനെ പറഞ്ഞാൽ എന്താ ജാൻസി ചേച്ചി ഉദ്ദേശിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ലടാ. പക്ഷെ എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഇല്ലെങ്കിൽ അപകടം നമുക്ക് തന്നെയാണ്, അവൾ ആദ്യം ഓർമ്മിപ്പിച്ചു. അപ്പോൾ ആ വക്കീല് പറഞ്ഞതുപോലെ ക്യാഷ് കൊടുത്ത് ഈ പ്രശ്നം തീർക്കണ്ടേ? എൻ്റെ പൊന്നാദി, അതിനാ വീട്ടിൽ ആരെങ്കിലും സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർ ചോദിക്കുന്ന ക്യാഷ് കൊടുക്കാൻ കാർത്തി തയ്യാറാകണം. എന്നാലും അത്രയും ക്യാഷൊക്കെ എങ്ങനെ ഈ സമയത്തിനുള്ളിൽ ഒപ്പിക്കും? ആദ്യം അല്പം പേടിയോടെ ചോദിച്ചു. എടാ, എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ ഇത് വലിയ ആപത്തിൽ ചെന്ന് അവസാനിക്കും. ഒന്നാമത് കാർത്തിയും ഇവിടില്ല. പിന്നെ ആ സത്യൻ്റെ ആളുകളാണെന്ന് തോന്നുന്നു ഈ പ്രശ്നം ഈ നാട്ടിൽ ഒരു സംസാര വിഷയമാക്കി മാറ്റിയിട്ടുണ്ട്. ജാൻസി അവൾ അറിഞ്ഞ കാര്യങ്ങൾ ആദ്യോട് വ്യക്തമാക്കി. അങ്ങനെ അവർ പരസ്പരം ഓരോന്ന് സംസാരിച്ച് അങ്ങനെയിരുന്നു. അതിൻ്റെ ഇടയിൽ കാർത്തിയും അവളെ വിളിച്ചിരുന്നു. എല്ലാറ്റിനും താൻ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം അവൻ അവൾക്ക് നൽകി. ആ വിശ്വാസവും മുറുകി പിടിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ ഈ സമയം അവളുടെ വരവും കാത്തിരിക്കുകയായിരുന്നു രാധിക. കൂടെ സാവിത്രിയും കലയും അവരുടെ മക്കളും. ഇടയ്ക്കിടെ അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഏട്ടത്തി, പടകളെല്ലാം മുറ്റത്ത് തന്നെയുണ്ട്. എന്തായാലും ഒരു വഴക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയാൽ മതി. അവരുടെയൊക്കെ സ്വഭാവത്തിനനുസരിച്ച് ഒന്നും മിണ്ടാതിരിക്കുന്ന ടൈപ്പല്ല. സാൻവി അവളെ ഓർമ്മിപ്പിച്ചു. അതെനിക്കും അറിയാം മോളെ. ഇതിൻ്റെയൊക്കെ പിന്നെ നിന്റെ അച്ഛനാണെങ്കിൽ ഇന്ന് അവരുടെ വക്കീൽ നമ്മളെ കാണാൻ വന്ന കാര്യവും അയാൾ അറിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അകത്തേക്ക് കയറിയത്. രണ്ടുപേരും ഒന്നവിടെ നിന്നേ. അകത്തേക്ക് കയറിയതും രാധികയുടെ സ്വരമുയർന്നു. ഇനി എൻ്റെ മകളുടെ ജീവിതം കൂടി കുട്ടിച്ചോറാക്കാനാണോ നിന്റെ പുറപ്പാട്? രാധിക അല്പം ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവരെ നോക്കി. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? കല്യാണപ്രായമായ പെണ്ണ. നിന്റെ കൂടെ ഇവൾ കൂടെ കൂട്ടിയ നാളെ ഒരു നല്ല ജീവിതം പോലും ഇവൾക്ക് കിട്ടില്ല. ഇപ്പം തന്നെ സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്നതൊക്കെ ഈ നാട്ടിൽ പാട്ടാണ്. രാധിക തട്ടിവിട്ടുകൊണ്ടിരുന്നു. അതിനു മാത്രം സൂപ്പർ മാർക്കറ്റിൽ എന്ത് നടന്നെന്നാണ് അമ്മ പറയുന്നത്? ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന സാൻവിയുടെ സ്വരം അവർക്ക് നേരെ ഉയർന്നു. അതെന്താണെന്ന് ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരണോ സാൻവി? ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അവിടെ നടന്ന കാര്യങ്ങൾ അറിയാം. രാധിക അവളുടെ നേരെ തുള്ളി. സത്യം പറയാലോ എൻ്റെ രാധികയെ, ആ കാർത്തിക്കൊച്ചു നോക്കിയ കാലത്ത് പോലും ഇതുപോലൊരു പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എന്നാ ചിലർ വലതുകാലെടുത്ത് വെച്ചത് മുതൽ അവിടെ എന്നും പ്രശ്നങ്ങളാണ്. ദേ കലയാൻറ്റി, അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്ന ഓരോ സാധനത്തിൻ്റെ ക്വാളിറ്റിയും ഡേറ്റും ഒക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാറുള്ളത്. ഇത് മനഃപൂർവ്വം ഞങ്ങളെ കരിവാരത്തേക്കാൻ ആരോ ചെയ്തതാണ്. അത് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പാണ്. പിന്നെ ഈ ചെയ്തവനെയൊക്കെ ഈ ആദി അധികം താമസിയാതെ തന്നെ പുറത്ത് കൊണ്ടുവന്നിരിക്കും. അന്ന് ഇപ്പം ഈ അട്ടഹസിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള മറുപടി ഞാൻ തന്നിരിക്കും. ആയിക്കോട്ടെ മാഡം, തൽക്കാലം ഈ പ്രശ്നം എങ്ങനെ ഒഴിവാക്കാനാണ് മാഡം വിചാരിച്ചിരിക്കുന്നത്? രാധിക അവളോട് പരിഹാസപൂർവ്വം തന്നെ തിരക്കി. എന്തായാലും നമ്മുടെ കടയിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്ന സ്ഥിതിക്ക് അതിനൊരു പ്രായശ്ചിത്തം നൽകേണ്ടത് തന്നെയാണ്. ഓഹോ, നിങ്ങൾ എന്ത് പ്രായശ്ചിത്തമാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോഴേക്കും മാധവിയമ്മയും ദേവച്ചനും അവിടേക്ക് കടന്നു വന്നു കഴിഞ്ഞിരുന്നു. അല്ല മോളെ, കേസിൻ്റെ കാര്യം എന്തായി? അവളെ കണ്ടതും അയാൾ തിരക്കി. ഒന്നും ആയില്ല മുത്തശ്ശ, അവരുടെ വക്കീല് ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. ഒത്തുതീർപ്പാണ് അയാൾ നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ അയാൾ ഈ കേസുമായി മുൻപോട്ട് പോകുമെന്ന്. അത് നമുക്ക് എന്താണെങ്കിലും ചെയ്യാം മോളെ. കാരണം ഈ കേസ് നമ്മുടെ തലയിൽ നിന്ന് പോവുക തന്നെ വേണം. അല്ലെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിനെ കാര്യമായി ബാധിച്ചെന്നിരിക്കും. അല്ല, ഈ വിഷയത്തെപ്പറ്റി കാർത്തി എന്താ മോളോട് പറയുന്നത്? ഏട്ടൻ പറയുന്നത് തൽക്കാലം അയാൾ പറയുന്നത് കേൾക്കാമെന്നൊക്കെയാണ്. ഒന്നാമത് അദ്ദേഹം പുതിയൊരു ബിസിനസ്സിൻ്റെ പിറകെയാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അത് ഏട്ടനെ കാര്യമായി ബാധിച്ചെന്ന് വരാം. കാർത്തിക്ക് ബിസിനസ്സോ? അത് കേട്ടതും രാധിക പുച്ഛത്തോട് അവളോട് ചോദിച്ചു. എന്താ, നിങ്ങൾ ബിസിനസ് എന്ന് കേട്ടിട്ടില്ലേ? അതോ നിങ്ങളുടെ ഭർത്താവിനും മക്കൾക്കും മാത്രമേ അതൊക്കെ പറ്റുമെന്ന് വല്ല വിചാരവും നിങ്ങൾക്കുണ്ടോ? അവളും അതേ ടോണിൽ തന്നെ അവരോട് ചോദിച്ചു. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള വിചാരം ഒന്നുമില്ല കൊച്ചേ. നിന്റെ കാർത്തിക്ക് എല്ലാം നശിപ്പിച്ചിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. കൂടെ കൂടിയ നീയും അതിൻ്റെ ബാക്കിയാണ്. അവർ അവളുടെ നേരം പുച്ഛം നിറഞ്ഞ വാക്കുകൾ വാരിയെറിഞ്ഞു. അത് നീ തന്നെ പറയണം രാധികേ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ഭർത്താവ് ഇവക്കടെ ഭർത്താവും ചേർന്ന് നമ്മുടെ ചെട്ടിക്കമ്പനി നോക്കി നടത്തിയത് ഓർമ്മയില്ലേ? ഒടുക്കം അതിൻ്റെ കടബാധ്യതകൾ തീർക്കാൻ ഞങ്ങൾ തന്നെ വേണ്ടി വന്നു. എന്നിട്ടിപ്പോൾ കാർത്തിയെ പരിഹസിക്കാൻ നിനക്കൊന്നും നാണമില്ലേ രാധു? ഇതൊക്കെ കേട്ടു നിന്ന മാധവിയമ്മയുടെ സ്വരം പരിഹാസത്തോടെ ഉയർന്നു. കഴിഞ്ഞതൊന്നും ഇവിടെ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല മാധവിയമ്മേ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ സ്വത്തുക്കൾ വിറ്റ് ഈ കടം തീർക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. അതിന് കാർത്തിയുടെ സ്വത്തുക്കൾ എടുക്കാൻ നിന്റെ ഒന്നും അനുവാദം ഇവിടെ ആവശ്യമില്ല. കാർത്തിയുടെ സ്വത്തോ? ഏത് വകയിൽ? രാധികയുടെ സ്വരം അവരുടെ നേരെ ഉയർന്നു. ഇവിടെ സത്യേട്ടനും കരുണനും ചെയ്ത തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ കാർത്തിയും ചെയ്യുന്നത്? എന്നിട്ട് കാർത്തിക്ക് മാത്രം 2 ന്യായങ്ങൾ. ഇതൊന്നും ശരിയല്ല മാധവിയമ്മേ. രാധികയും സാവിത്രിയും തൻ്റെ ഭാഗം വ്യക്തമാക്കി. പിന്നെ മനക്കൽ സൂപ്പർ മാർക്കറ്റ് അടഞ്ഞു കിടക്കട്ടെ എന്നാണോ നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത്? അതുപോലെ ഇതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയാകും. മാധവിയമ്മേ, ആ നേട്ടനും കരുണനും ബിസിനസ് എന്നതിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല. അന്നതൊക്കെ വീട്ടാനും മറ്റും കൂടെ നിന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. അന്ന് ഞങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത് അത് തന്നെ വേണം ഇപ്പോൾ ഇവരുടെ കാര്യത്തിലും. ഈ സ്വത്ത് ഒരു ഭാഗം വിറ്റ് ഈ പ്രശ്നം തീർക്കുകയും അതുപോലെ ബാക്കി ഭാഗം തുല്യമായി വീതിക്കുകയും വേണം. അതുപോലെ ഞങ്ങൾക്കന്ന് മുടക്കിയതിൻ്റെ ഇരട്ടി പണം
കാർത്തിക്ക് വേണ്ടി മുടക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ടാകണം അവനുള്ളത് കൊടുക്കാൻ. സാവിത്രി തൻ്റെ ആവശ്യം അവരോട് വ്യക്തമാക്കി. അതുപോലെ സൂപ്പർ മാർക്കറ്റിനി സത്യേട്ടൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും. ഇതിനിടയിൽ രാധിക കയറി ഒരു ഗോളടിച്ചു. എന്നാൽ ഇതേ സമയം മാധവിയമ്മയും ദേവച്ചനും മൗനമായിരുന്നു. അവർ എന്താണ് വേണ്ടതെന്നറിയാനായി ആദ്യം ഒന്ന് നോക്കി. അവളും ഈ സമയം കാർത്തിയുടെ വീട്ടുകാരെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. സ്വത്തിന് വേണ്ടിയുള്ള അവരുടെ അമിത ആർത്തി അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവൾക്ക് വ്യക്തമായി. മോളെ ആദി, അപ്പം എങ്ങനെയാ? ദേവചന്ദ്രൻ്റെ സ്വരം ആദിക്ക് നേരെ ഉയർന്നു. മുത്തശ്ശ, തെറ്റെല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇവർ പറഞ്ഞതിനോടൊക്കെ ഞാനും അനുകൂലിക്കുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഞങ്ങളുടെ പേരിൽ തരാനായി നീയും നിന്റെ ഭർത്താവും ഒരുങ്ങിക്കോ. ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സത്യേട്ടനും എൻ്റെ ഭർത്താവുമായിരിക്കും. സാവിത്രി അവളുടെ നേരെ അട്ടഹസിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സാവിത്രി അമ്മായി, നിങ്ങൾ പറയുന്നത് പോലെ ആ സൂപ്പർ മാർക്കറ്റ് നിങ്ങളുടെ കൈകളിൽ എത്തണമെങ്കിൽ, അതൊരു പ്രശ്നവും കൂടാതെ മുൻപോട്ട് പോകണമെങ്കിൽ അവിടെ നടന്നതിനെക്കുറിച്ച് നാട്ടുകാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ടാകണം. അതുപോലെ ഈ പ്രശ്നം പരിഹരിക്കണം. അല്ലാതെ നിങ്ങളും നിങ്ങളുടെ ചേട്ടനും ഭർത്താവും കൂടി നാളെ അവിടെ ചെന്നെന്ന് കരുതി ആ സ്ഥാപനം പഴയതുപോലെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഈ സ്വത്തുക്കളൊക്കെ വിൽക്കാതെ തന്നെ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് ആദി സാൻവിയും കൂട്ടി അകത്തേക്ക് നടന്നു. എൻ്റെ ഏട്ടത്തി, ആ സ്വത്തുക്കളൊന്നും വിൽക്കാതെ നമുക്ക് ഈ കടബാധ്യതയൊന്നും തീർക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, എതിർഭാഗം വക്കീൽ പറഞ്ഞ എമൗണ്ട് കൊടുക്കണമെങ്കിൽ ഈ അവസ്ഥയിൽ ഒരുപാട് ബുദ്ധിമുട്ടും. എവിടുന്നെങ്കിലും ലോൺ എടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ വീടിൻ്റെ ആധാരം പോലും മാധവിയമ്മയുടെ കയ്യിലാ. അത് മാത്രമല്ല, ഇതിൻ്റെ പേരിൽ എൻ്റെ അമ്മയും അച്ഛനും അമ്മായിയും ഒക്കെ വൻ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ജാൻസി ചേച്ചി പറഞ്ഞതുപോലെ ജാൻസി ചേച്ചിയുടെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി നമുക്ക് വേണ്ടുന്ന കാശെടുക്കണം. എന്നാൽ ഇതിനൊക്കെ നമ്മുടെ മുൻപിൽ അധികം സമയവുമില്ല. എൻ്റെ കൊച്ചേ, ഇതൊക്കെ എനിക്കറിയാം. നമ്മൾ രണ്ടുപേരും അതുപോലെ ജാൻസി ചേച്ചിയും കൂടി വിചാരിച്ചാലൊന്നും അത്രയ്ക്ക് തുക നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇത് കേസ് കൊണ്ട് ഒതുക്കി തീർക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ ചേച്ചി അങ്ങനെ? സാൻവിയുടെ സ്വരമുയർന്നു. എൻ്റെ കൊച്ചെ, നീ പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുകയാണോ? എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? സാൻവി വീണ്ടും അവളെ സംശയത്തോടെ നോക്കി. ഞാനത് പറയാം. അതിനു മുൻപ് നീ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്താ അത്? എടി സാനു, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ എന്നെങ്കിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതില്ല ഏട്ടത്തി. അത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളുടെ വിലയും ഗുണനിലവാരവും ഡേറ്റും ഒക്കെ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ്. ഈ പ്രശ്നം നടക്കുന്നതിന് മുൻപ് 3 ദിവസം ഞാനും സന്ധ്യേച്ചിയും ജാൻസിയേച്ചിയും നീയും കൂടെ പരിശോധിച്ചെല്ലാം വിലയിരുത്തിയതാണ്. അതുപോലെ തന്നെ അന്ന് ഡേറ്റ് വ്യത്യാസമുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്നും മാറ്റുകയും ചെയ്തിരുന്നു. അതേ ചേച്ചി, എല്ലാം കറക്റ്റായിരുന്നു. പിന്നീട് എങ്ങനെ ഇത് സംഭവിച്ചു? എല്ലാം നമ്മൾ ക്ലിയർ ആക്കിയതാണ്. പ്രത്യേകിച്ച് ബേബി പ്രോഡക്റ്റൊക്കെ 3-4 പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നതുമാണ്. അങ്ങനെയുള്ള നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു മിസ്റ്റേക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ CCTV കംപ്ലൈൻ്റ് ആണ്. അതും തലേ ദിവസം വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല താനും. ആദി തൻ്റെ സംശയം അവളോട് വ്യക്തമാക്കി. എൻ്റെ ചേച്ചി, ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മുടെ ശത്രു നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നാണ്. അതേ മോളെ, പക്ഷേ അതാരാണ്? നമ്മുടെ എല്ലാ സ്റ്റാഫും നമ്മളോട് വളരെയധികം സ്നേഹത്തിലാണ് ഇടപെടുന്നത്. കാർത്തിയേട്ടൻ സ്വന്തം കുടുംബത്തെ പോലെയാണ് അവരെ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള ഏട്ടനെ ഇങ്ങനെ ചതിക്കാൻ പറ്റുന്ന ആരാണ് നമ്മൾക്കിടയിലുള്ളത്? അവൾ സാൻവിയോട് ചോദിച്ചു. ഒരൈഡിയ ഇല്ല ഏട്ടത്തി. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാം പെണ്ണുങ്ങളാണ്. അതുമാത്രമല്ല, അവിടെയുള്ള എല്ലാവരെയും കാർത്തിയേട്ടന് പേഴ്സണലായിട്ട് അറിയാൻ താനും. അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ എങ്ങനെ? എല്ലാവർക്കും നമ്മളോട് സ്നേഹമാണ്. അതേ ഏട്ടത്തി, ജാൻസി ചേച്ചി പറഞ്ഞതുപോലെ കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ സിൽബന്ദികൾ തന്നെയാകും. അതിലൊരു സംശയവും വേണ്ട. അല്ല മോളെ, നിനക്കെന്താ ജാൻസി ചേച്ചിയോട് ഒരു ദേഷ്യമില്ലാത്തത്? അതും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും? ആദ്യം അവളോട് ചോദിച്ചു. അതിന് ആ പാവം നമ്മളോടെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഏട്ടത്തി? സംരക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തവർ തന്നെയാണ് ആ പാവത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കിയത്.
ഈ കാര്യത്തിൽ ഞാൻ കാർത്തിയേട്ടൻ്റെ കൂടെയാണ്. തെറ്റാര് ചെയ്താലും അതിന് ശിക്ഷ അയാൾ അനുഭവിച്ചിരിക്കണം. പക്ഷെ അയാൾ ഇതിൻ്റെ പേരിൽ ഒരു ശിക്ഷയും അനുഭവിക്കുന്നില്ലല്ലോ മോളെ. എല്ലാം അനുഭവിക്കുന്നത് ആ പാവം പെണ്ണും കുഞ്ഞുമല്ലേ. എൻ്റെ ഏട്ടാ, അവർ പറഞ്ഞതുപോലെ അത്രയും തുകയൊന്നും കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല. ഒന്നുകിൽ വീട്ടുകാർ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമ്മൾ തന്നെ സ്വയം പ്രൂവ് ചെയ്യണം. പക്ഷേ ലാസ്റ്റ് പറഞ്ഞ കാര്യം അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല. കാരണം എല്ലാത്തിനും വേണ്ടത് തെളിവുകളാണ്. നമ്മുടെ CCTV വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ട കാർത്തിയേട്ടാ. പിന്നെ ആരെങ്കിലും നമ്മളെ ചതിച്ചതാണെങ്കിൽ അതിനും വേണ്ടത് തെളിവുകളാണ്. ഉള്ളത് തുറന്നു പറഞ്ഞ് നമ്മളെ രക്ഷിക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? ആദിയുടെ സ്വരമുയർന്നു. അതൊന്നും ഓർത്ത് നീ ടെൻഷനാകണ്ട. നാളെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടേക്ക് വരും. അവൻ ഈ പ്രശ്നത്തിന് വേണ്ട പരിഹാരം കാണും. കാർത്തി ആദിക്ക് വാക്ക് നൽകി. പിന്നെ കൊച്ചേ, അവൻ 2 ദിവസം അവിടെ കാണും. അവന് വേണ്ട എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കണം. ശരി ഏട്ടാ, എല്ലാം ഏട്ടൻ്റെ ഇഷ്ടം പോലെ. ആദി അതിനൊരു കുഞ്ഞു പുഞ്ചിരിയോടെ മറുപടി നൽകി. അല്ല, ഏട്ടൻ ഇവിടേക്ക് തിരികെ വരുന്നില്ലേ? ഇപ്പം തന്നെ പോയിട്ട് എത്ര ദിവസമായി എന്ന് വല്ല വിചാരമുണ്ടോ? അതുപോലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം വേണമെങ്കിൽ ഏട്ടൻ ഇവിടെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോളെ, എനിക്കെവിടെ നിൽക്കാൻ ഒരു താല്പര്യവുമില്ല. എൻ്റെ സാഹചര്യം അതായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്ത് സാഹചര്യം? ആദിയുടെ സ്വരമുയർന്നു. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം കൊച്ചേ. നീ കിടന്നോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തി ഫോൺ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. അവൻ്റെ ഫോൺ കോൾ അവസാനിച്ചതും ആദി ബെഡിലേക്ക് വീണു. അപ്പോഴേക്കും ഫ്രഷായി സാൻവിയും അവിടേക്ക് വന്നു കഴിഞ്ഞിരുന്നു. അല്ല ഏട്ടത്തി, ഇവിടെ നടന്നതൊക്കെ ഏട്ടനെ വിളിച്ച് പറഞ്ഞായിരുന്നോ? പറഞ്ഞു മോളെ. എന്നിട്ട് അതൊക്കെ കേട്ട് ഏട്ടൻ എന്താ പറയുന്നേ? എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും തറവാട്ടിൽ നിന്ന് ഒരു ചില്ലിക്കാശെടുക്കാൻ സമ്മതിക്കില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ ഏട്ടൻ ഇവിടെ വരിക തന്നെ വേണം. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും ഇവിടുത്തെ അടുത്ത യുദ്ധം. സാൻവി അവളെ ഓർമ്മിപ്പിച്ചു. നീ ടെൻഷൻ അടിക്കേണ്ട മോളെ. ഞാൻ ഏട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെ ഏട്ടൻ്റെ ഏതോ ഒരു സുഹൃത്ത് ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അയാൾ നോക്കുമെന്നാണ് ഏട്ടൻ പറയുന്നത്. ആരാ ഏട്ടത്തി ഇവിടേക്ക് വരുന്നേ? ക്രിസ്റ്റിച്ചനെങ്ങാണോ ആണോ? അവൾ ആദിയോട് പ്രതീക്ഷയോടെ ചോദിച്ചു. ഏയ്, ഇതയാളൊന്നുമല്ല. നിന്റെ ഏട്ടൻ്റെ വേറെ ഏതോ സുഹൃത്തുക്കളിൽ ഒരാളാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ ക്രിസ്റ്റിയാണെങ്കിൽ ക്രിസ്റ്റിയുടെ പേര് പറഞ്ഞാൽ പോരെ? ഒരു സുഹൃത്ത് വരും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതേത് സുഹൃത്താകും? അവൾ വീണ്ടും ആദിയോട് ചോദിച്ചു. എടാ, അതൊന്നും എനിക്കറിയില്ല. നാളെ വരുമ്പോൾ നമുക്കേതായാലും കാണാൻ പറ്റുമല്ലോ. എന്തായാലും അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നാണ് കാർത്തിയേട്ടൻ പറയുന്നത്. അതിനെന്താ, അയാൾ നമ്മുടെ ഗസ്റ്റ് അല്ലേ ഏട്ടത്തി? ഏട്ടൻ പറഞ്ഞില്ലെങ്കിലും അയാളുടെ കാര്യം നമ്മൾ ഭംഗിയായിട്ട് നോക്കുക തന്നെ ചെയ്യും. അതല്ല സാൻവി മോളെ, നിന്റെ അമ്മയും സാവിയമ്മായും ഒക്കെ ഇനി എന്ത് പുകിലുണ്ടാക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ലല്ലോ. അത് കേട്ടതും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവൾ തൻ്റെ തല ചലിപ്പിച്ചു. അങ്ങനെ കുറച്ച് സമയം അവർ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ തന്നെ കിടന്നു. നേരമേറെയായതും അവർ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. നേരം ഇരുട്ടിക്കിടന്നുകൊണ്ട് തന്നെ അവർ ഇരുവരും എഴുന്നേക്കാൻ പതിവിലും വൈകിപ്പോയി. അതൊരു മാർഗമായി സ്വീകരിച്ചുകൊണ്ട് സാവി രാവിലെ തന്നെ അടുക്കളയിൽ നിന്ന് തുള്ളാൻ തുടങ്ങി. ഇത് കേട്ടുകൊണ്ടാണ് രാധികയും കുട്ടികളുമൊക്കെ ഉറക്കമുണർന്ന് അവിടേക്ക് വന്നത്. ആ സാവി, നീ നേരത്തെ എണീറ്റോ? രാധിക ഒരു ചിരിയോട് അവളോട് ചോദിച്ചു. പിന്നെ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റുമോ? ലീല പണിക്ക് വന്നിട്ട് പോലും ഇവിടെ പലർക്കും ഉറക്കമുണരാൻ സമയമായിട്ടില്ല. ഇപ്പം തന്നെ സമയം 8 കഴിഞ്ഞു. ഇതൊക്കെ ആരോട് പറയാൻ? സാവി കിട്ടിയ അവസരത്തിൽ ആദ്യം കുറ്റപ്പെടുത്താൻ തുടങ്ങി. അല്ലെങ്കിലും ഇപ്പോഴത്തെ മരുമക്കൾക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ലെൻ്റെ സാവിയെ. ഈ ഉത്തരവാദിത്തം എന്നൊക്കെ പറയുന്നത് വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരണം. എന്താ ഇവിടെ പ്രശ്നം? അവർ പറയുന്നത് കേട്ട് അവിടേക്ക് വന്ന മാധവിയമ്മയുടെ സ്വരമുയർന്നു. ഞങ്ങളൊന്നും പറയുന്നില്ലമ്മേ. അല്ലെങ്കിലും
അമ്മയുടെ കൊച്ചുമരുമകളെക്കുറിച്ച് പറഞ്ഞ അമ്മയ്ക്കത് ഇഷ്ടമാവുകയില്ലല്ലോ. അതുപോലെയാണല്ലോ അവൾ അമ്മയോട് കാണിക്കുന്നതൊക്കെ. സാവി ആദിയോടുള്ള ദേഷ്യം തൻ്റെ വാക്കുകളിൽ വ്യക്തമാക്കി. അതിനു മാത്രം ആദിമോൾ എന്ത് ചെയ്തെന്നാ നിങ്ങളീ പറഞ്ഞു വരുന്നത്? മാധവി ക്ഷമ കെട്ട് അവരോട് ചോദിച്ചു. സത്യത്തിൽ അവൾ എന്തൊക്കെയാ ചെയ്യാത്തത്? ഇവിടെ വന്നത് മുതൽ ആർക്കും ഒരു സമാധാനവും അവളെയും കൊണ്ടില്ല. ഒരു കുടുംബത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്നത് വന്നു കയറിയ പെണ്ണാണ്. എന്നാ ഈ കുടുംബത്തിൻ്റെ നാശമെന്ന് പറയുന്നത് തന്നെ വന്നു കയറിയ അസുര വിത്താണ്. എൻ്റെ സാവിത്രി, അത് പറഞ്ഞത് ശരിയാണ് മോളെ. നിന്നെ ഇന്ന് കരുണൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചോ, അതിനുശേഷം അവൻ്റെ അമ്മ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞ മരിക്കുന്നതിന് മുൻപ് അവർക്കൊരു തുള്ളി വെള്ളമെങ്കിലും നീ നിന്റെ കൈകൊണ്ട് കൊടുത്തിട്ടുണ്ടോ? മാധവി വളരെയധികം പുച്ഛത്തോടെ അവളോട് ചോദിച്ചു. അതോടെ സാവിയുടെ നാവ് താഴ്ന്നു. ദേ മുത്തശ്ശി, നിങ്ങളെന്തിനാ എപ്പോഴും എൻ്റെ അമ്മയെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടുന്നത്? നാളെ ഒരു കാലത്ത് നിങ്ങളെ നോക്കാൻ എൻ്റെ അമ്മയും രാധികാമ്മയും മാത്രമേ കാണത്തുള്ളൂ. അത് മുത്തശ്ശി മറക്കണ്ട. ഈ മുത്തശ്ശിക്ക് ഒരു മറവിയും ഇല്ല മോളെ, അവർ പുച്ഛത്തോടെ തുടർന്നു. ആദ്യമോൾ ഇവിടെ വരുന്നതിന് മുൻപ്, അതായത് കഴിഞ്ഞ ഓണത്തിന് എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അന്ന് എൻ്റെ വലതുകാലിന് നല്ല രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നു. അന്ന് നിൻ്റെ അമ്മയെയോ രാധികയെയോ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല. ആ സമയം എന്നെ നോക്കാൻ എൻ്റെ ഭർത്താവും കാർത്തിമോനും മാത്രമായിരുന്നു ഉള്ളത്. അപ്പോഴും ഒരു സഹായത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ വിളിച്ചതായിരുന്നു. എന്നാൽ അന്നത്തെ നിങ്ങളുടെ തിരക്കുകളൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് സാവി. അത്രയും പറഞ്ഞ് അവർ തിരിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ കേട്ട് സാൻവിയും ആദിയും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഹ, മക്കൾ എഴുന്നേറ്റ് പോന്നിരുന്നോ? എന്നിട്ട് മുത്തശ്ശി കണ്ടില്ലല്ലോ? മാധവി വളരെ സ്നേഹത്തോടെ അവരോട് തിരക്കി. മുത്തശ്ശി ഇവർക്കരികിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങളും മുത്തശ്ശിയുടെ പിറകെ ഇവിടെ എത്തിയിരുന്നു. അല്ല, എന്തായിരുന്നു ഇന്നത്തെ വഴക്ക്? സാൻവി പതിവ് പുഞ്ചിരിയോടെ തന്നെ മാധവിയോട് ചോദിച്ചു. ഒന്നും പറയണ്ട സാൻവി മോളെ, നിങ്ങളിന്ന് എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചില്ലേ? അതിൻ്റെ ചുരുക്ക് ഇവരൊക്കെ ഒന്ന് കാണിച്ചതാ. എന്തായാലും ഇതൊന്നും എൻ്റെ മക്കൾ ശ്രദ്ധിക്കണ്ട. രാവിലെ ഓഫീസിലേക്ക് പോകാനുള്ളതല്ലേ? വേഗം വേഷം മാറി വരാൻ നോക്ക്. അടുക്കളയിലെ കാര്യം ഇനി ലീല നോക്കിക്കോളും. മാധവി അത്രയും പറഞ്ഞുകൊണ്ട് അവരെ അവരുടെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. അതോടെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സാവിയും രാധികയും പിള്ളേരും പതിയെ അവിടെ നിന്നും വലിഞ്ഞു. ഇതൊക്കെ കണ്ട് പുച്ഛത്തോടെ മാധവി ലീലയുടെ നേർക്ക് തിരിഞ്ഞു. ലീലേ, മക്കൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് മുറിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക്. നേരം കുറേ ആയില്ലേ? ശരി മാധവിയമ്മേ. ലീല അവർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാറ്റിവെച്ച കോഫി അടങ്ങുന്ന ഫ്ലാസ്കും കപ്പുമായി അവരുടെ മുറി ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടന്നു. അങ്ങനെ പതിവ് ചായകുടിയെല്ലാം കഴിഞ്ഞ് ആദിയും സാൻവിയും ഓഫീസിലേക്ക് പുറപ്പെടാൻ പുറത്തേക്കിറങ്ങി. ഒന്ന് നിന്നേ. പുറത്തേക്കിറങ്ങിയതും സത്യൻ്റെ സ്വരം അവിടെ ഉയർന്നു. എന്താ? അയാളുടെ സ്വരം കേട്ടതും അവൾ അല്പം ഗൗരവത്തിൽ തന്നെ അയാളോട് ചോദിച്ചു. എന്താ നിൻ്റെയൊക്കെ ഉദ്ദേശം? കേസും കൂട്ടവുമായി മുൻപോട്ട് തന്നെ പോകാനാണോ? അല്ലാതെ വേറെ വഴിയൊന്നും ഇപ്പം ഞങ്ങളുടെ മുൻപിൽ ഇല്ല വല്യച്ഛ. അറിഞ്ഞുകൊണ്ടാർക്കും ഒരു ദ്രോഹവും ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എങ്ങനെയാണെന്ന്, എന്താണ് എന്നൊക്കെ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടെത്തുക തന്നെ ചെയ്യും. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. നീയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ നാട്ടിലുള്ളവർ അതൊക്കെ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ നാട്ടുകാർക്ക് മുൻപിൽ ഞങ്ങൾക്കൊരു വിലയുണ്ടായിരുന്നു. എന്നാൽ നീയും നിന്റെ ഭർത്താവും കുറച്ച് കൂട്ടരും ചേർന്ന് അതില്ലാതാക്കി. ഇപ്പോൾ കേസും കൂട്ടവുമായി കയറി ഇറങ്ങാൻ നിനക്കൊക്കെ നാണമില്ലേ? ഞങ്ങളുടെ നാണവും നാണക്കേടുമൊന്നും വല്യച്ഛൻ നോക്കണ്ട. പിന്നെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളിടത്തോളം കാലം തല പൊക്കി തന്നെ ഈ നാട്ടിലുള്ളവരുടെ മുൻപിൽ കൂടി ഞങ്ങൾ നടക്കും. അല്ലെങ്കിലും നിനക്കൊക്കെ എന്ത് നാണക്കേട്? ഞങ്ങളല്ലേ അനുഭവിക്കേണ്ടത്? സത്യം പറഞ്ഞാൽ പുറത്തേക്കിറങ്ങാൻ പോലും കഴിയുന്നില്ല. അതുപോലുള്ള സംസാരമാണ് പുറത്തൊക്കെ. അറിയുമോ നിനക്കൊക്കെ? നേരത്തെ കണ്ട പിഴച്ചവരുടെ വീട്ടിൽ നിൽക്കുന്നത് മാത്രമായിരുന്നു പ്രശ്നം. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ സ്ഥിതി. ദേ അച്ഛാ, ജാൻസി ചേച്ചിയെ നിങ്ങളങ്ങനെ വിളിക്കരുത്. പിന്നെ അങ്ങനെ വിളിക്കാൻ
എന്തുകൊണ്ടും യോഗ്യത നിറഞ്ഞ ആൾ. അത് നിങ്ങൾ ജനിപ്പിച്ച നിങ്ങളുടെ മകൻ തന്നെയാ. അയാളെപ്പോലെ ഒരു പിഴച്ചവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തം സഹോദരിയെ പോലും വൃത്തികെട്ട കണ്ണുകൊണ്ട് കാണുന്നവൻ. അവൾ അറപ്പോടെ പറഞ്ഞു നിർത്തി. ആരെങ്കിലും എന്തെങ്കിലും എൻ്റെ മോനെക്കുറിച്ച് പറയുന്നത് കേട്ടുകൊണ്ട് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് സാൻവി. അവൻ അത്തരത്തിൽ ഉള്ള ഒരാളൊന്നും അല്ല. സത്യൻ്റെ സ്വരം ദേഷ്യത്തോടെ ഉയർന്നു. സ്വന്തം മകൻ്റെ തെറ്റുകളെ ന്യായീകരിക്കുന്ന നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇങ്ങനെ ആകാൻ കാരണം പോലും നിങ്ങളും നിങ്ങളുടെ ഭാര്യയുമാണ്. സാൻവി! ഇത് കേട്ടതും ആദി അവളെ ദേഷ്യത്തോടെ വിളിച്ചു. നീ എന്തൊക്കെ തോന്നിവാസങ്ങളാ വിളിച്ചു പറയുന്നേ? ഇത് നിന്റെ അച്ഛനാണ്, അത് നീ മറക്കരുത്. അച്ഛനാണ് ഏട്ടത്തി, അല്ലെന്നല്ല. പക്ഷെ ഒരു അച്ഛനെ പോലെയാണോ ഇദ്ദേഹം പെരുമാറുന്നത്? 2 മക്കളെയും 2 തട്ടിലാണ് എൻ്റെ ഈ പുന്നാരച്ഛൻ വളർത്തിയത്. എന്നാ അതിലൊന്നും എനിക്ക് ഒരു പരാതിയില്ല. സ്വന്തം മകൻ്റെ തെറ്റുപോലും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സ്വാർത്ഥനാണ് ഇയാൾ. എൻ്റെ ഏട്ടൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഒടുവിൽ ചെന്നെത്തുന്നത് എൻ്റെ പാവം കാർത്തിയേട്ടൻ്റെ തലയിലാണ്. സാൻവി, നീ ഇല്ലാത്തതൊന്നും പറയരുത്. അവൻ നിന്റെ സ്വന്തം സഹോദരനാണ്. പക്ഷേ നിനക്കെന്നും കൂറ് കാർത്തിയോടാണെന്ന് മാത്രം. അയാൾ വളരെയധികം പുച്ഛത്തിൽ പറഞ്ഞു നിർത്തി. അങ്ങനെ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് ദേവചന്ദ്രൻ അവിടേക്ക് കടന്നു വരുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ? രാവിലെ ആകുമ്പോൾ തുടങ്ങും തമ്മിലടിയും വക്കാണവുമൊക്കെ. അയാൾ ദേഷ്യപ്പെട്ടതും സത്യൻ്റെ സ്വരമുയർന്നു. ദേവച്ചൻ എന്തറിഞ്ഞിട്ടാ ദേഷ്യപ്പെടുന്നത്? ഈ പെണ്ണും കാർത്തിയും കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതേപ്പറ്റി പറഞ്ഞ 2നും ഒടുക്കത്ത പുച്ഛവും. സത്യൻ കിട്ടിയ അവസരത്തിൽ 2നെയും താഴ്ത്തി കെട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ അതിന് വലിയ മൈൻഡ് കൊടുക്കാതെ അയാൾ ആദിക്ക് നേരെ തിരിഞ്ഞു. മോളെ, കാർത്തിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു മുത്തശ്ശ. ആരും ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടെന്നും ഏട്ടൻ ഇതിന് ഒരു മാർഗം കണ്ടെത്തിക്കോളാമെന്നും എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട ആദിമോളെ. എല്ലാം കാർത്തിമോൻ നോക്കിക്കോളും. ഓ, അവൻ കുറേ നോക്കും. ഇനി അതും പ്രതീക്ഷിച്ചിരിക്കാൻ പോയാ ഇരിപ്പ് മാത്രമേ നടക്കൂ. അതുകൊണ്ട് എൻ്റെ പൊന്നച്ഛ, ഇത് എതിർഭാഗം വക്കീല് പറഞ്ഞ ക്യാഷ് കൊടുത്ത് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ നോക്ക്. അല്ലെങ്കിൽ കോർട്ടും രേഷനുമായി എല്ലാവർക്കും കയറി ഇറങ്ങാം. അങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും ഞങ്ങളത് നോക്കിക്കോളാം. എന്തായാലും ഞങ്ങളുടെ കേസ് കൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകില്ല. ഇടി പെങ്കൊച്ചേ, നിൻ്റെയൊക്കെ ഈ അഹങ്കാരം കൊണ്ട് നഷ്ടമാകുന്നത് ഈ തറവാടിൻ്റെ സൽപ്പേരാണ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ സൂക്ഷിച്ചും കണ്ട് ഉപയോഗിക്കണം. ഇതൊക്കെ കേട്ട് നിന്ന സാവിത്രി ഇടയ്ക്ക് കയറിയതും അത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന കരുണൻ്റെ സ്വരമുയർന്നു. എൻ്റെ സാവി, നീ ഇത്ര ദുഷ്ടയാകരുത്. നിന്നെപ്പോലൊരു പെണ്ണ് തന്നെയല്ലേ ആദിമോളും. ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ സ്വത്തുക്കളുടെ പേരിലാണ് പ്രശ്നമെങ്കിൽ അത് വേണ്ട. ഈ വീടും സ്ഥലവും ഇപ്പം കിടക്കുന്നത് എൻ്റെയും കാർത്തിയുടെയും പേരിലാണ്. അത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്തായാലും ഞങ്ങൾക്കുണ്ട്. അതെങ്ങനെ എൻ്റെ പേരിലായി അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിലായെന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ദേവചന്ദ്രൻ അവരോട് പുച്ഛത്തോടെ ചോദിച്ചു. ദേവച്ചൻ പറയുന്നതെല്ലാം ശരിയാണ്. ഞങ്ങളെല്ലാം നശിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് എല്ലാം നിങ്ങളുടെയൊക്കെ പേരിൽ വന്നത്. പക്ഷേ ഇവിടെ കാർത്തി ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? എന്നിട്ട് അവനൊരു ന്യായം, ഞങ്ങൾക്ക് മറ്റൊന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് അവർ നിർത്തിയതും മനക്കലേക്ക് ഒരു കാർ വന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. ഇനി ഇത് വല്ല പുതിയ പ്രശ്നവുമായിരിക്കും. വണ്ടി കണ്ടതും സത്യൻ്റെ സ്വരമുയർന്നു. അതോടെ ദേവചന്ദ്രൻ്റെ സ്വരം സത്യൻ്റെ നേർക്കുമുയർന്നു. അതെന്താണെന്ന് നോക്കാനും ഇവിടെ ഞാനുണ്ട്. നിന്റെ അഭിപ്രായം ഇവിടെ ചോദിച്ചില്ല സത്യ. അയാൾ സത്യനോട് മറുപടി പറഞ്ഞപ്പോഴേക്ക് കാറിൻ്റെ ഡോർ തുറന്ന് ഒരു ചെറുപ്പക്കാരൻ അവരുടെ അരികിലേക്ക് നടന്നെടുത്തു. ഇത് കെ സാറിൻ്റെ വീടല്ലേ? അയാൾ വന്നതും ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന ആദിയോടായി അയാൾ തിരക്കി. അതാരാ ചേട്ടാ? അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ. അല്ലേ, ഇവിടുത്തെ അഡ്രസ്സാണ് കെ സാർ എനിക്ക് നൽകിയത്. അത്രയും പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന അഡ്രസ്സ് അയാൾ അവരുടെ നേരെ നീട്ടി. അത് കണ്ടതും ആദ്യം ഒന്ന് നോക്കിയതിന് ശേഷം സാൻവി അത് വാങ്ങി പരിശോധിച്ചു. എന്താടി, അഡ്രസ്സ് ഇത് തന്നെയാണോ? ആദിയുടെ സ്വരം അവൾക്ക് നേരെ ഉയർന്നു. അഡ്രസ്സിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഇവിടുത്തെ അഡ്രസ്സ് തന്നെയാണ് ഏട്ടത്തി. പക്ഷേ കെ സാർ, അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. സാൻവി വളരെ സംശയത്തോടെ ആദിയോട് ചോദിച്ചതും
കാർത്തി തലേ ദിവസം പറഞ്ഞ കാര്യങ്ങളത്രയും അവളുടെ ഓർമ്മയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ അവളുടെ സ്വരം അവൻ്റെ നേരെ ഉയർന്നു. അല്ല, നിങ്ങൾ കാർത്തികേയൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ട് വന്നതാണോ? ആദ്യം അത് ചോദിച്ചതും അതേ നിമിഷം തന്നെ അവൻ്റെ ഫോൺ ബെല്ലടിച്ചതും ഒരുമിച്ചായിരുന്നു. അതോടെ അവരെയെല്ലാം നോക്കിയതിന് ശേഷം ആ ചെറുപ്പക്കാരൻ ആ കോളുമെടുത്ത് പുറത്തേക്ക് നടന്നു.